അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ പല യാത്രകളും ചെയ്തതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരൻ നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ സ്വാഭാവികമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അക്കാര്യങ്ങളെക്കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തീർച്ചയായും നബിയുടെ കൂടെ ഒരു റമദാൻ എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ യാത്രയിലായിരിക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നോമ്പുകാരൻ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അവർ മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇളവുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ ഈ ഇളവുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ധാരാളം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു യാത്ര അത് യാത്രയായി പരിഗണിക്കപ്പെടുന്നത് എപ്പോഴാണ്? അതായത് ഈ യാത്രയിൽ ഇളവുകൾ ലഭിക്കാൻ അർഹമായി തീരുന്ന ഒരു യാത്ര എത്ര ദൂരം യാത്ര ചെയ്യുമ്പോഴാണ്? മാഷാ അല്ലാഹ്, ഈ ഒരു ചോദ്യം നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഉള്ള ഹുക്മ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. ഒരു യാത്രയായി പരിഗണിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രബലമായ രണ്ട് അഭിപ്രായമാണ് പണ്ഡിത ലോകത്തുള്ളത്. അതിലേറ്റവും ശരിയായ അഭിപ്രായം നമുക്ക് പറയാം. അതിലൊന്ന് 80 കിലോമീറ്ററോളമുള്ള ഏതൊരു യാത്രയും ഇളവുകൾ സ്വീകരിക്കാവുന്ന യാത്രയാണ്. അങ്ങനെ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭത്തിലായി ഉപയോഗിച്ച ഒരു വേർഡാണ് ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന യാത്ര. അന്ന് പൊതുവെ ഒട്ടകപ്പുറത്താണ് യാത്ര. അപ്പോൾ ഒരു ഒട്ടകം രാവും പകലും യാത്ര ചെയ്താൽ, കണ്ടിന്യൂസ് ആയി യാത്ര ചെയ്താൽ ഏകദേശം 80 കിലോമീറ്റർ എത്താൻ കഴിയും. അപ്പോൾ ഇത് പരിഗണിച്ചിട്ടാണ് 80 കിലോമീറ്ററുള്ള ഏതൊരു യാത്രയിലും യാത്രക്കാർക്ക് അവരുടെ ഇളവുകൾ എടുക്കാവുന്നതാണ്. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു കിലോമീറ്റർ നോക്കേണ്ടതില്ല, യാത്രയെന്ന് ഒരു നാട്ടിൽ അറിയപ്പെടുന്ന ഏതൊരു ദൂരമുള്ള യാത്രയും ഈ ഇളവുകൾ സ്വീകരിക്കാൻ ഉതകുന്ന ദൂരമാണ്. അതുകൊണ്ട് യാത്രയാണ് എന്ന് പറയാവുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ഇളവുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ജംഅ് ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് 80 കിലോമീറ്റർ മിനിമം ഉണ്ടോ എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് യാത്രക്കാരുടെ ഇളവുകൾ എടുക്കാം. ഇനി 80-ൽ കുറവാണെങ്കിലും യാത്രയുടേതായ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ 50 കിലോമീറ്റർ ആണെങ്കിലും 60 കിലോമീറ്റർ ആണെങ്കിലും ഒക്കെ തന്നെ യാത്രക്കാരനായി പരിഗണിക്കും. അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അതേപോലെ തന്നെ നമസ്കാരം ജംഉം ഖസ്റുമാക്കാം. അപ്പോൾ അതാണ് ആ ഒരു ദൂരപരിധി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കുറഞ്ഞ ദൂരമാണ്. ഇപ്പോൾ പല നഗരങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതെ 45 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒക്കെ ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷേ യാത്ര ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തീർച്ചയായും പ്രയാസമുള്ള യാത്രകൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഒരാൾ യാത്ര ഉദ്ദേശിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഞാൻ യാത്ര തുടങ്ങുകയാണല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി ഈ അളവിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ നോമ്പ് മുറിക്കാൻ അവകാശമുണ്ടോ? ബാറക്കല്ലാഹു ഫീക്ക്. ഇത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഇളവ് അനുവദിക്കപ്പെടുന്നത് യാത്രക്കാർക്കാണല്ലോ. അപ്പോൾ യാത്ര തുടങ്ങാതെ ഒരാളെ യാത്രക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉദാഹരണം പറയാം, ഉച്ചയ്ക്ക് ശേഷം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഞാൻ ഏതായാലും ഇന്ന് യാത്ര ചെയ്യുമല്ലോ, യാത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കാമല്ലോ, അതുകൊണ്ട് ഞാനിന്ന് നോമ്പെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ഫജറിൽ പ്രവേശിക്കാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫലിയസും, ഈ മാസത്തിൽ ഹാജറുള്ളവർ, സാക്ഷികളായവർ നോമ്പ് നോൽക്കണം. അതുകൊണ്ട് യാത്ര തുടങ്ങിയിട്ടില്ല. ഇനി അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും വന്നേക്കാം. അതുകൊണ്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ആ വ്യക്തി നോമ്പുകാരനായിരിക്കണം. എന്നാൽ അൽഹംദുലില്ലാഹ് യാത്രയുടെ എല്ലാ ഒരുക്കങ്ങളുമായി യാത്ര തുടങ്ങുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം അയാൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. അത് സുന്നത്തിൽപ്പെട്ടതാണ്. ഞാൻ 2 സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ റമളാനിൽ യാത്ര ഉദ്ദേശിച്ചു. അങ്ങനെ യാത്രയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി, വാഹനമൊരുക്കി, യാത്രയുടേതായ വസ്ത്രങ്ങൾ ധരിച്ചു.
ശേഷം അദ്ദേഹം ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് നോമ്പ് തുറക്കുകയുണ്ടായി. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, ഇത് സുന്നത്തിൽപ്പെട്ടതാണോ? അദ്ദേഹം പറഞ്ഞു, ഹിയ സുന്ന, ഇത് സുന്നത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അബൂ ബസ്റ അൽ ഗിഫാരി എന്ന് അറിയപ്പെടുന്ന സ്വഹാബി, അദ്ദേഹം ഇതേപോലെ നോമ്പുകാരനായിരിക്കെ യാത്ര തുടങ്ങി. തൻ്റെ വീടുകളും പട്ടണമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്? നോമ്പ് മുറിക്കുകയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, വീടുകളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്, നമ്മൾ ദൂരെ ആയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് യാത്രയിൽ നോമ്പ് മുറിക്കാമോ ഈ ഒരു സാഹചര്യത്തിൽ? അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, അതർഗബു അൻ സുന്നത്തി റസൂലില്ലാഹ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സുന്നത്തിനോട് താങ്കൾ വിമുഖത കാണിക്കുകയാണോ എന്ന് പറഞ്ഞാൽ, നബിയുടെ സുന്നത്ത് വീടുകളിൽ അപ്രത്യക്ഷമാവണമെന്നില്ല. യാത്ര ഉദ്ദേശിച്ച് യാത്രയുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഒഴിവാക്കാനും പാടില്ല. അപ്പോൾ ഈ രണ്ട് സുന്നത്തുകളാണ് നബിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് ഈ രണ്ട് സ്വഹാബികളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, യാത്ര ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ ആണെങ്കിൽ രാവിലെ നോമ്പ് ഒഴിവാക്കാൻ ഒരാൾക്ക് അനുവാദമില്ല. എന്നാൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ ആ വ്യക്തിക്ക് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാം. ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ രംഗത്ത് വസ്വാസ് പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം പ്രമാണ സ്ഥിരമാണ്. അതെ. ഒരു യാത്രക്കാരൻ, അയാൾ യാത്ര തുടങ്ങി നോമ്പുകാരനാണ്. അങ്ങനെ നോമ്പുകാരനായ അയാൾ യാത്രക്ക് ഇടയിൽ വെച്ച് നോമ്പ് മുറിക്കാൻ അയാൾക്ക് ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടോ? ബാറക്കല്ലാഹു ഫീക്ക്. ഇതും പ്രസക്തമായൊരു വിഷയമാണ്. മാത്രമല്ല, ഇത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ഒരു യാത്രക്കാരൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൊന്ന്, നോമ്പുകാരനായിരിക്കെ യാത്ര ആരംഭിച്ചു, ഇടക്ക് വെച്ച് യാത്രയിൽ നോമ്പ് മുറിക്കാമോ എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ വിഷയത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. ധാരാളം ഹദീസുകളിൽ, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, ഫത്ഹു മക്കയുടെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, അതിൻ്റെ പരിസര പ്രദേശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും നേരം നോമ്പുകാരനായിരുന്നു. അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിക്കുകയുണ്ടായി. അതായത് മഗ്‌രിബോടടുത്ത്. അതെ, മഗ്‌രിബോടടുത്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുകയുണ്ടായി. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്ന് പറയുകയാണ്, യാത്രയിൽ നോമ്പ് പല ആളുകൾക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്, പക്ഷേ അവരൊക്കെ നിങ്ങളെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പം നബിയെ മാതൃകയാക്കിയായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്യുന്നത് അതേ അവർ ചെയ്തിരുന്നുള്ളൂ. ആ പോയിൻ്റ് കൂടി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം അവിടെ. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുകയാണ്. റസൂൽ എന്താണ് ചെയ്യുന്നത് അതുപോലെ അവർ ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. എല്ലാവരും കാണെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നോമ്പുകാരനായിരിക്കെ തന്നെ യാത്രയിൽ ഇടക്ക് വെച്ച് നോമ്പ് മുറിക്കാം. രണ്ടാമത്തത്, യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒരു പോയിന്റ് കൂടി ലഭിക്കും. പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോറ്റാൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. നോമ്പ് മുറിക്കൽ നിർബന്ധമാകുന്ന സാഹചര്യം, അതായത് നോമ്പ് നോൽക്കൽ ഹറാമാകുന്ന സാഹചര്യമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടും ചില ആളുകൾ നോമ്പ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പ്രവാചകൻ അറിയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉലൈക ഹുമുൽ ഉസാത്ത്, അവർ അനുസരണക്കേട് കാണിച്ചവരാണ് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു യാത്രയിൽ ഒരാൾക്ക് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരാളെ മാത്രം ആളുകൾ പരിഗണിക്കുന്നു, തണലിട്ട് കൊടുക്കുന്നു. അയാളെ പ്രത്യേകം പരിചരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് വിഷയം? നോമ്പുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് നോൽക്കൽ പുണ്യത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോൽക്കുന്നതിൽ പുണ്യമില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, 3 മസ്അലകളാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വലിയ ബുദ്ധിമുട്ട് യാത്രയിലുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കൽ നിഷിദ്ധമാണ്. കാരണം അള്ളാഹു നൽകിയ ഇളവ് ആ വ്യക്തി ഉപേക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഒരു തത്വം നമ്മളെപ്പോഴും പഠിച്ചു വെക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅത റുഖസു കമാ യക്റഹു അൻ തുഅത മഅസിയത്തു. ഒരു ഹറാമ് ചെയ്യുന്നത് അള്ളാഹു എപ്രകാരം വെറുക്കുന്നുവോ അതേപോലെ അള്ളാഹു നൽകിയ ഇളവുകൾ എടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹിയ റുഖ്സത്തുൻ മിനല്ലാഹ് ഫഖ്ബലൂഹ എന്നാണ്. അള്ളാഹു നൽകിയ ഇളവാണത്, സ്വീകരിക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഈ ഇളവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ
പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് ഹറാമാണ്. എന്നാൽ ചെറിയ പ്രയാസമുണ്ട്, എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ല, നോമ്പ് നോൽക്കാൻ പറ്റും എങ്കിൽ നോമ്പ് നോൽക്കൽ ജായിസാണ്. പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നോമ്പ് നോൽക്കുക എന്നുള്ളത് കറാഹത്താണ്, നല്ലതല്ല. പക്ഷേ നോമ്പെടുക്കാൻ അനുവാദമുണ്ട്, കാരണം ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാൽ മൂന്നാമത്തെ മസ്അല, ഒരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, യാത്രയിലാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല, എങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കലാണ് അഫ്ളലായിട്ടുള്ളത്. കാരണം റമദാൻ മാസമാണ്, പിന്നീട് ഖളാവ് വീട്ടുന്ന ഒരു ബുദ്ധിമുട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തൻ്റെ ദിമ്മത്ത്, തൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹംസത്ത് ബിൻ അംർ അൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, ഞാൻ യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് നോമ്പുകാരനായി, പക്ഷേ എനിക്ക് നോമ്പ് നോൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുഹുമ ഐസറു അലൈക് ഫഫഅൽ, നിനക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അത് നീ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് യാത്രക്കാർ മനസ്സിലാക്കേണ്ടത്. ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ നോമ്പ് നോൽക്കലാണ് അഫ്ളൽ. ചെറിയ ബുദ്ധിമുട്ടോടു കൂടിയാണെങ്കിൽ നോമ്പ് നോൽക്കാം, ഒഴിവാക്കലാണ് ഖൈർ. വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നോമ്പ് നോൽക്കൽ നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഭാഗമാണ് ഇപ്പോൾ ഈ വൃദ്ധന്മാരായ അല്ലെങ്കിൽ രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകൾ. മാഷാ അല്ലാഹ്. അതെ. അപ്പോൾ രോഗികൾ നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ്? ഇതേ കാര്യമാണ്. അഥവാ യാത്രയിൽ നമ്മൾ പറഞ്ഞ ആ 3 മസ്അലകളുണ്ടല്ലോ, അതേ കാര്യം തന്നെയാണ് രോഗികളുടെ വിഷയത്തിലുമുള്ളത്. അഥവാ ചെറിയൊരു പനി, ചെറിയൊരു ജലദോഷം, ഒരു തുമ്മൽ, ഇതൊക്കെയാണെങ്കിൽ അത്തരം സന്ദർഭത്തിലൊക്കെ അവർക്ക് നോമ്പ് നോൽക്കലാണ് അഫ്ളൽ. കാരണം അതൊരു വലിയ രോഗമല്ല, യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ചിലർക്കുണ്ടാവുകയില്ല. എന്നാൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കലാണ് അഫ്ളൽ. എന്നാൽ അത്യാവശ്യം ഇടങ്ങേറുണ്ട്, എന്നാലും നോമ്പ് നോൽക്കാം എന്നാണെങ്കിൽ നോമ്പ് നോൽക്കൽ ജായിസാണ്, പക്ഷേ ഒഴിവാക്കലാണ് അഫ്ളൽ. എന്നാൽ പറ്റ ബുദ്ധിമുട്ടാകും, രോഗം വർദ്ധിക്കും, മൂർച്ഛിക്കും എന്നൊക്കെ തോന്നുന്ന സാഹചര്യമാണെങ്കിൽ നോമ്പ് നോൽക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. അപ്പോൾ യാത്രക്കാരെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രോഗമാണെങ്കിൽ നോമ്പ് നോൽക്കൽ അഫ്ളലാണ്. ബുദ്ധിമുട്ടോടു കൂടിയാണെങ്കിൽ നോമ്പ് നോൽക്കൽ ജായിസും, ഒഴിവാക്കലാണ് അഫ്ളൽ. വളരെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നോമ്പ് നോൽക്കൽ നിഷിദ്ധമാണ്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോൾ മാറാരോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വാർദ്ധക്യം വന്ന് അവശരായ ആളുകളുണ്ടോ? ഇത്തരം ആളുകളുടെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ്? മാഷാ അല്ലാഹ്. അഥവാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ബഖറയിൽ, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് മാത്രമേ നോമ്പ് നോൽക്കാൻ സാധിക്കൂ എന്നാണെങ്കിൽ അവർ മിസ്കീനുകൾക്ക് ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഗണത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്ത് മൻസൂഖാക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലെ നിയമം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല, മറിച്ച് അങ്ങേയറ്റം വാർദ്ധക്യം ചെന്ന സ്ത്രീകളും പുരുഷന്മാരും, അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു ഒരിക്കലും സുഖം പ്രാപിക്കുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള രോഗികൾ, ഇവർക്കൊന്നും ഒരിക്കലും നോമ്പ് നോൽക്കാൻ പറ്റില്ല. അവർക്കൊക്കെ നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന് ഫിദിയ കൊടുത്താൽ മതി. അവിടെ പ്രത്യേകം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ 2 നിലക്കുള്ള വാർദ്ധക്യമുണ്ട്. ഒന്ന് തംയീസ് നഷ്ടപ്പെടുന്ന വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലൊന്നും ഇല്ല, വകതിരിവില്ല, കുട്ടികളെ പോലെ. അങ്ങനെയാണെങ്കിൽ അവർ ഫിദിയയും കൊടുക്കണ്ട, നോമ്പ് നോൽക്കണ്ട, കാരണം കുട്ടികളുടെ അവസ്ഥ തന്നെയാണത്. നേരെ മറിച്ച് ഫിദിയ കൊടുക്കേണ്ട വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാർദ്ധക്യം കൊണ്ട് ശരീരം ദുർബലമാണ്. നമ്മുടെ സമൂഹം പ്രത്യേകം മനസ്സിലാക്കണം. നേരെ മറിച്ച് ചില വൃദ്ധന്മാർക്ക് തമീസ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവർക്ക് ഫിദിയ കൊടുക്കേണ്ടതില്ല. ഇനി ഒരാൾ കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വമൻ തത്തവ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, അതല്ലാത്ത നിലക്ക് നിർബന്ധ ബാധ്യതയല്ല. എന്നാൽ സാധാരണ നിലക്ക് ബുദ്ധി നഷ്ടപ്പെടാത്ത വൃദ്ധകൾ, ഒരിക്കലും മാറൂല എന്ന് തോന്നുന്ന രോഗികൾ, ഇവരൊക്കെ ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. വാർദ്ധക്യം ചെന്നവരുടെയും മാറാരോഗികളുടെയും ഒക്കെ വിധിവിലക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത് നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഭാഗമാണ് ഗർഭിണികൾ, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ. ഇവരുടെ കാര്യത്തിൽ നോമ്പിൻ്റെ വിധി എന്താ? അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തബാറക വ തആല വളഅ അനിൽ മുസാഫിരി വവളഅ അനിൽ ഹാമിലി വൽ മുർളിഇ അസ്സൗം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരനിൽ നിന്നും അതേപോലെ തന്നെ ഗർഭിണികളിൽ നിന്നും
അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളിൽ നിന്നും നോമ്പ് അള്ളാഹു ഇളവ് നൽകിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഗർഭിണികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ മുലയൂട്ടുന്ന സ്ത്രീകൾ തൻ്റെ ശരീരത്തിനോ അല്ലെങ്കിൽ കുഞ്ഞിനോ, അതേപോലെ തന്നെ ഗർഭിണികൾ തൻ്റെ ശരീരത്തിനോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി? നോമ്പ് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. അവർ യാത്രക്കാരുടെയും രോഗികളുടെയും ഹുക്കുമിലാണുള്ളത്. അവർ പിന്നീട് അത് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അവർക്ക് ഇളവുകളുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മേൽ പറഞ്ഞ ഈ ആളുകൾ, ഇപ്പോൾ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികൾ, ഇവർക്ക് വർഷങ്ങളായിട്ട്, പല വർഷങ്ങളിലായിട്ട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതെ, അതായത് ഗർഭിണിയാണ്, പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് പ്രസവിക്കും, പിന്നെ കുട്ടിക്ക് 2 വർഷം മുലയൂട്ടണം. അവിടെ ഉലമാക്കൾ പറയുന്നത് അവൾ ഫുൾ ടൈം ഇതുമായി ബിസിയാണ്, നോമ്പ് നോൽക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാനുള്ള ഒരു പരിതസ്ഥിതി ഇല്ല. കാരണം കുട്ടിക്ക് മുലയൂട്ടുന്നു, അങ്ങനെ കുട്ടിയുമായിട്ടുള്ള ബിസിയിലാണെങ്കിൽ അവൾ 2 വർഷം 3 വർഷമോ എത്രയോ ആവട്ടെ, അത് അവൾ എന്ത് ചെയ്താൽ മതി? നോറ്റ് വീട്ടിയാൽ മതി. കാരണം അവൾ ബിസിയിലാണ്, കംപ്ലീറ്റ് നോൽക്കാനുള്ള അവസരം അവൾക്കില്ല. എന്നാൽ ഗർഭാവസ്ഥയിലും മറ്റും നോമ്പ് ഒഴിവാക്കി പിന്നീട് അതിന് സാഹചര്യം ഉണ്ടായിട്ടും അലസത കൊണ്ടോ മടി കൊണ്ടോ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചതാണെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ അത് നോറ്റ് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൾ ഫിദിയ കൂടി കൊടുക്കണം. നോമ്പ് നോറ്റ് വീട്ടുന്നതോടൊപ്പം തന്നെ നോമ്പ് നോറ്റ് വീട്ടുകയും വേണം. ആ വർഷത്തിലെ നോമ്പ് ഖളാ വീട്ടാത്തത് കൊണ്ട് തൊട്ടടുത്ത വർഷത്തേക്ക് നീട്ടിയത് കൊണ്ട് ഫിദിയ കൊടുക്കുകയും വേണം. കാരണം കാരണങ്ങളില്ലായിരുന്നു. എന്നാൽ കാരണങ്ങൾ കൊണ്ടാണ് നീട്ടി വെച്ചതെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടതില്ല, നോറ്റ് വീട്ടിയാൽ മതി. കാരണങ്ങളില്ലെങ്കിൽ അവൾ ഫിദിയയും കൊടുക്കണം, നോറ്റ് വീട്ടുകയും വേണം. അത് പ്രത്യേകം മനസ്സിലാക്കും. നമ്മൾ പലപ്പോഴും ഈ വിഷയത്തിൽ പറയുന്ന ഒരു വാക്കാണ് ഫിദിയ. ഫിദിയ, അതെ, ഫിദിയ കൊടുക്കണം എന്ന് പറയും. അപ്പോൾ എന്താണ് ഫിദിയ? അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എത്രയാണ്? ആർക്ക് കൊടുക്കണം? എന്താണ് കൊടുക്കേണ്ടത്? സമൂഹത്തിൽ മൊത്തത്തിൽ സംശയമുള്ളൊരു വിഷയമാണത്. മാഷാ അല്ലാഹ്, അതെ, അതൊന്ന് വിശദീകരിക്കണം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വളരെ കൃത്യമാണ്. ത്വആമു മിസ്കീൻ, മിസ്കീനുകൾക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ ദരിദ്രരായ, വരവും ചെലവും ഒത്തുപോകാത്ത ആർക്കും കൊടുക്കാം. അതാണ് മിസ്കീനിൻ്റെ ഡെഫിനേഷൻ. വരവും ചെലവും ഒത്തുപോകുന്നില്ല, മിസ്കീനായിരിക്കണം. അതെ, മിസ്കീനായിരിക്കണം കൊടുക്കേണ്ടത്, പണമുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. 1. രണ്ടാമത്തത് ത്വആം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഒരു വലിയ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഭക്ഷണം തന്നെ കൊടുക്കണം, പൈസ കൊടുത്തിട്ട് കാര്യമില്ല. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും നല്ല അഭിപ്രായം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ പൈസ കൊടുത്താൽ പര്യാപ്തമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് കൊടുത്താൽ മതിയോ? ഉദാഹരണം പറഞ്ഞാൽ അരി മാത്രം കൊടുത്താൽ മതിയോ? മാംസം മാത്രം കൊടുത്താൽ മതിയോ? ഓക്കെ, അതൊരു സംശയം. അവിടെ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ത്വആമു മിസ്കീൻ എന്നാണല്ലോ പറഞ്ഞത്, ഒന്നെങ്കിൽ ഭക്ഷണം പാചകം ചെയ്ത് ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു ബിരിയാണി വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചോറും കറിയും, അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയും കറിയും. ഇതൊരു നേരത്തെ ഭക്ഷണമാണ്. ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുത്താൽ മതിയാകുന്നതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം വേവിക്കാതെ കൊടുക്കുകയാണെങ്കിൽ അവിടെ അടിസ്ഥാന ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അരി അല്ലെങ്കിൽ ഗോതമ്പ്, അതേപോലെയുള്ള അടിസ്ഥാന ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം 1/2 സാ, അഥവാ 1.25 കിലോ അല്ലെങ്കിൽ 1.5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ് ഒരു നോമ്പിന് പകരം കൊടുക്കുകയാണ് വേണ്ടത്. അത് പാചകം ചെയ്യാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടിസ്ഥാന ഭക്ഷണം കൊടുത്താൽ മതി. അതെ, അടിസ്ഥാന ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അരി കൊടുത്താൽ മതി, അരി കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണല്ലോ ഇപ്പോൾ റമദാൻ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ പലപ്പോഴും ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു വിഷയമാണ് ഈ ഇണകളുമായി ബന്ധപ്പെട്ട വിഷയം. ഇണകളുമായി ബന്ധപ്പെട്ട് അവർ നോമ്പുകാരായിരിക്കും, അവരെ ചുംബിക്കാൻ പറ്റുമോ? അതുപോലെ പിന്നെ അവരുമായിട്ടുള്ള ഇടപഴക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം? ഇതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വയുബാശിറു വഹുവ സായിമ. നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളെ ചുംബിക്കാറുമുണ്ട്, ആലിംഗനം ചെയ്യാറുമുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷെ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ട്, വഹുവ അംലകുക്കും ബി ഇർബിഹി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വികാരങ്ങളെ അങ്ങേയറ്റം പിടിച്ചു വെക്കാൻ കഴിവുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിലേക്കോ സ്ഖലനത്തിലേക്കോ എത്താത്ത രൂപത്തിൽ ഭാര്യമാരെ ചുംബിക്കുന്നതിലോ ആലിംഗനം ചെയ്യുന്നതിലോ അത് വസ്ത്രം ധരിച്ചുകൊണ്ടോ അല്ലാതെയൊക്കെ അനുവദനീയമാണ്. പാടില്ലാത്തത് എന്താണ്? ജിമാ പാടില്ല, അഥവാ ശാരീരിക ബന്ധത്തിൽ പരിപൂർണമായ നിലക്ക് ഏർപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ ഇന്ദ്രിയ സ്ഖലനം സംഭവിക്കാനും പാടില്ല. അതല്ലാത്ത രൂപത്തിൽ ചുംബിക്കുന്നതിനോ മറ്റോ കുഴപ്പമില്ല. അതുകൊണ്ടാണ് സ്വഹാബികളിൽ നിന്ന് തന്നെയുള്ള ഫത്വകളിൽ കാണാം, വൃദ്ധന്മാർക്ക് അനുവദനീയമാണ്, യുവാക്കൾക്ക് അനുവദനീയമല്ല. സത്യത്തിൽ അത് അതിൻ്റെ അസിലിൽ നിന്നുകൊണ്ടുള്ള ഹുക്കുമല്ല, മറിച്ച് യുവാക്കളാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് ശാരീരിക ബന്ധത്തിലേക്ക് എത്തിച്ചേക്കാം. അതുകൊണ്ട് അവർ സൂക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. വൃദ്ധന്മാരുടെ കാര്യത്തിൽ അത് ഭയപ്പെടേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ശരിയായ അഭിപ്രായം, വാർദ്ധക്യം ചെന്നവരാണെങ്കിലും ശരി, യുവാക്കളാണെങ്കിലും ശരി, അത്തരമൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഭയപ്പെടുന്നവർ അത് ഒഴിവാക്കണം. അല്ലാത്തവർക്ക് ഭാര്യയെ ചുംബിക്കുന്നതിനോ ആലിംഗനം ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു സ്ഖലനം സംഭവിച്ചാൽ നോമ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സ്ഖലനം സംഭവിക്കുക, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അതിന് പല സാഹചര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ റമദാനിൻ്റെ പകലിൽ ഇണകളുമായി ബന്ധപ്പെട്ട് സ്ഖലനം സംഭവിക്കാം. അതേപോലെ തന്നെ സ്വപ്നത്തിൽ സ്ഖലനം സംഭവിക്കാം, അങ്ങനെ സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ സ്വയംഭോഗത്തിലൂടെ ഒരാൾക്ക് ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ എന്തു ചെയ്യും? ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ വേർതിരിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇണകൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് റമദാനിൻ്റെ പകലിൽ സ്ഖലനം സംഭവിക്കുന്നതിന് വേറെ തന്നെ ഹുക്കുമാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്ഖലനം സംഭവിക്കുക, അതിന് വലിയ കഫാറത്ത് കൊടുക്കണം. ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ അതിനും കഴിയാത്ത ആളുകൾ, ഇതൊക്കെ തിരഞ്ഞെടുപ്പല്ല, ഒന്നാണ് ആദ്യം അടിമയെ മോചിപ്പിക്കാണ് വേണ്ടത്. പറ്റൂലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കണം. അതിനും പറ്റൂല എന്ന് സത്യസന്ധമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക്. ഈ ഒരു കഫാറത്ത് എപ്പോഴാണ് സംഭവിക്കുന്നത്? 1 റമദാനിലായിരിക്കണം. 2 ഇണകൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലുള്ള സ്ഖലനമായിരിക്കണം, അഥവാ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടതിൻ്റെ പേരിലുള്ള സ്ഖലനമായിരിക്കണം. എന്നാൽ ഒരു ഭർത്താവ് ഭാര്യയെ ആലിംഗനം ചെയ്തു അല്ലെങ്കിൽ ചുംബിച്ചു, സ്ഖലനം സംഭവിച്ചു എങ്കിലെന്തില്ല? ഈ കഫാറത്തില്ല. നോമ്പ് മുറിയും, പക്ഷേ ഈ കഫാറത്തില്ല. എന്തുകൊണ്ട്? അവിടെ പരിപൂർണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുകയേ ഉള്ളൂ. ശരിക്കും പഠിക്കുക. അത് സ്വയംഭോഗം ചെയ്തുകൊണ്ടാണെങ്കിലും സ്വയംഭോഗം ഹറാമാണ്. അത് നോമ്പുകാരനും അല്ലാത്തവർക്കും ഹറാമാണ്, യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ള നിലക്ക് പറയാണ്, അവർ മനഃപൂർവ്വമാണ് സ്ഖലനം സംഭവിപ്പിച്ചതെങ്കിൽ, മനഃപൂർവ്വം പലതും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം പലതും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഒക്കെയാണ്, ബോധപൂർവമാണ് സ്ഖലനം സംഭവിച്ചതെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ നോമ്പ് ഖളാ വീട്ടണം, കാരണം അവരുടെ നോമ്പ് മുറിഞ്ഞു. എന്നാൽ സ്വപ്നത്തിൽ അവരറിയുന്നില്ല. പലർക്കും ഉറങ്ങുമ്പോൾ സ്വപ്നസ്ഖലനമുണ്ടാകാം. സ്വപ്നസ്ഖലനമാണ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ നോമ്പ് ഫസാദാവുന്നില്ല, കാരണം അവരറിയാതെ സംഭവിച്ചതാണ്. നോമ്പ് ഫസാദാവില്ല, അവർക്ക് ആ നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. അതല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് നോറ്റ് വീട്ടണം, ആ നോമ്പ് മുറിഞ്ഞുപോയി. എന്നാൽ പരിപൂർണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നോമ്പ് ഖളാ വീട്ടുന്നതിൻ്റെ പുറമെ ഈ പറഞ്ഞ കഫാറത്തുകൾ അവർ നൽകുകയും വേണം. ഇപ്പോൾ റമദാനിൻ്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെടുക എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ കഫാറത്ത് പറഞ്ഞു. എന്നാൽ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിർബന്ധിച്ചിട്ട് ആ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യമാർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ ഹുക്കം എന്താണ്? അവിടെ ഉലമാക്കൾ പറഞ്ഞത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് പുരുഷന്മാർക്ക് ബാധകമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. കാരണം ഭർത്താവ് കരുത്തനാണ്, ശക്തനാണ്, ഇവളുടെ ചിലവ്, ഇവളെ നോക്കേണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അവളെ ദേഷ്യം പിടിച്ച് അദ്ദേഹം ഒരു പക്ഷേ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ ഭർത്താവിൻ്റെ സ്വഭാവം അറിയുന്നൊരു സ്ത്രീ, ഞാൻ എൻ്റെ ഭർത്താവിന് വഴങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ട് അവൾ വഴങ്ങിക്കൊടുത്താൽ അവൾക്ക് ഈ കഫാറത്തില്ല, പക്ഷെ നോമ്പ് നോറ്റ് കിട്ടണം. ഈ കഫാറത്ത് അവളുടെ മേലില്ല. എന്നാൽ ഭർത്താവ് പ്രലോഭിപ്പിച്ചപ്പോഴേക്ക്
അവളും ഇഷ്ടത്തോടു കൂടിയാണ് വയങ്ങുന്നതെങ്കിൽ അവളും ഇതേ കഫാറത്ത് കൊടുക്കണം, രണ്ടാളും കൊടുക്കണം. എന്നാൽ ഭർത്താവ് ഇതേപോലെ നിർബന്ധിക്കപ്പെട്ടുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഭർത്താവിന് അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ അല്ല. കാരണം അദ്ദേഹം ഭാര്യയുടെ ചെലവിലല്ല ജീവിക്കുന്നത്. ആ നിലക്കുള്ള നിർബന്ധിതാവസ്ഥ പുരുഷന്മാർക്കില്ല. അത് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം മാത്രമാണത്. അതായത് പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ട് ആരെങ്കിലും ചെയ്താൽ ഈ കഫാറത്ത് നിർബന്ധമാണ്. അതെ. അതേപോലെ തന്നെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുള്ള ഒരുപാട് വസ്വാസികളുണ്ട്. ഈ നോമ്പ് മുറിയോ അല്ലെങ്കിൽ അനുവദനീയാണോ എന്നൊക്കെ സംശയിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പല്ല് തേക്കൽ. നോമ്പുകാർക്ക് ഇങ്ങനെ പല്ല് തേക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നാട്ടിലുണ്ട്. അതിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃക ഒന്ന് വിശദീകരിക്കും. മാഷാ അല്ലാഹ്. അതിൽ നമ്മൾ അടിസ്ഥാനപരമായ ഒരു നിയമം അതിൽ ആദ്യമേ പഠിച്ചു വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഊനി മാ തറക്തുക്കും ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലക്കും കസറത്തു സുആലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം. ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാതെ വിട്ടതിൽ നിങ്ങൾ എന്നെയും ഒഴിവാക്കുക. പൂർവ്വകാല സമൂഹം നശിക്കാനുള്ള കാരണം അവരുടെ അധികരിച്ച സംശയങ്ങളും ചോദ്യങ്ങളും അമ്പിയാക്കളുടെ വിഷയത്തിൽ അവർക്കുണ്ടായ ഇഖ്തിലാഫുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോട് വല്ലതും വിലക്കിയിട്ടുണ്ടെങ്കിൽ ഇദാ നഹൈതുകും അൻഹു, ഒരു കാര്യം പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജ്തനിബു, അത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. വൈദാ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅ്തും, വല്ലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി നിങ്ങളത് ചെയ്യുക. അപ്പോൾ റസൂൽ ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. അതല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവണ്ട. റസൂൽ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്താലും മതി. ഇത് രണ്ടും ഇല്ലാത്ത വിഷയങ്ങൾ ശരീഅത്ത് മൗനം അവലംബിച്ച വിഷയമാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല വസക്കത അൻ അഷ്യാ റഹ്മത്തൻ ലക്കും ഗൈറ നിസ്യാനിൻ ഫലാ തബഹസു അൻഹ. ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം കൊണ്ട് ചില വിഷയങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട. അത് പടച്ചറബിനോട് മറന്നതുകൊണ്ടല്ല, നമ്മളോടുള്ള റഹ്മത്ത് കൊണ്ടാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞതൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് പല്ല് തേച്ചാൽ നോമ്പ് മുറിയും, മുത്തലക്കൻ നോമ്പ് മുറിയും, അതുകൊണ്ട് പല്ല് തേക്കരുത്, കറാഹത്താണ് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഹറാമാണ്. വേറെ ചില ആളുകൾ ഉച്ചൻ്റെ മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ശേഷം പറ്റൂല എന്ന് പറയും. ഇതിനൊന്നും യാതൊരു ബേസുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ലാ ഉഹ്സി യതസവ്വകു വഹുവ സായിമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ധാരാളം തവണ, എനിക്ക് എത്ര എണ്ണം എന്ന് പറയാൻ പറ്റൂല, അത്രയും പല്ല് തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിഷയം വളരെ സ്പഷ്ടമാണ് പല്ല് തേക്കുന്ന വിഷയത്തിൽ. അതെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ധാരാളം പല്ല് തേച്ചിട്ടുണ്ട്. പേസ്റ്റ് ഉപയോഗിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചില ആളുകൾ പറയും പേസ്റ്റ് ഉപയോഗിക്കരുത്, അതിനൊന്നും യാതൊരു ദലീലും ഇല്ല. അപ്പോൾ പേസ്റ്റ് ഉപയോഗിച്ചൊക്കെ പല്ല് തേക്കാം. ഒന്ന്, അള്ളാഹുവിന് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. മർവാത്തുൻ ലിറബ്ബ് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ്. അതേപോലെ തന്നെ മത്ഹറത്തുൻ ലിൽ ഫം, വായക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് നോമ്പുകാരൻ്റെ വായക്കൊരു ദുർഗന്ധം ഉണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുകയാണ് വേണ്ടത് ഈ ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് പല്ല് തേക്കുന്നതിനൊരു കുഴപ്പമില്ല. അത് ഉച്ചയുടെ മുമ്പാണെങ്കിലും ശരി, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ശരി. നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്നത് കസ്തൂരിയുടെ സുഗന്ധമാണെന്നൊക്കെ ഉള്ളൊരു ഖിയാമത്ത് നാളിൽ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ പല്ല് തേക്കേണ്ടതില്ല എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇപ്പോൾ ഈ വിശദീകരണം. ഇത്തരം ആളുകൾ അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. രണ്ട് തരം കുളിയുമായി ബന്ധപ്പെട്ട് രണ്ട് തരം കാര്യങ്ങൾ പലപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. ഒന്ന്, എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുമോ? എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എണ്ണ ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ തലയിലൊക്കെ തേച്ച് വെയിറ്റ് ചെയ്തിരുന്ന് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ കുളിക്കുക. അതേപോലെ തന്നെ മുങ്ങി കുളിക്കുക. മുങ്ങി കുളിക്കാന്ന് വെച്ചാൽ ഈ മൂക്ക് അടക്കമുള്ള കംപ്ലീറ്റ് ഇതും വെള്ളം കടക്കുന്ന സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നോമ്പ് മുറിയുമോ എന്നുള്ള ഒരു സംശയം സമൂഹത്തിലുണ്ട്. ഒരു വിശദീകരണം ആവശ്യം. മാഷാ അല്ലാഹ്. നോമ്പുകാരൻ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസിൽ സഹാബികൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂട് കൂടിയപ്പോൾ അല്ലെങ്കിൽ ദാഹം കൂടിയപ്പോൾ തൻ്റെ തലയിലൂടെ വെള്ളമൊഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നോമ്പുകാരനായിരിക്കെ ആ വ്യക്തിക്ക് കുളിക്കാം. ശരീരം തണുപ്പിക്കാൻ വേണ്ടിയും ദാഹം മാറാൻ വേണ്ടിയും ചൂട് കുറയ്ക്കാൻ വേണ്ടിയും ഒക്കെ എന്ത് ചെയ്യാം? കുളിക്കാം. കാരണം അത് ഉള്ളിലേക്കല്ല, ശരീരത്തിൻ്റെ മേലെയാണ് നമ്മൾ കുളിക്കുന്നത്. അതിന് യാതൊരു വിരോധമില്ല. മുങ്ങി കുളിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മുങ്ങി കുളിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ പോലും ഫബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ് ഇല്ല അൻ തകൂന സായിമൻ.
നീ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നന്നായി ചെയ്തോ, നോമ്പുകാരനല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ നോമ്പുകാരനാണെങ്കിൽ അങ്ങനെ വല്ലാതെ വലിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മൂക്കിലൂടെ വയറ്റിലേക്ക് വെള്ളം എത്താൻ പാടില്ല. അതിൽ കണിശത പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മുങ്ങി കുളിക്കുമ്പോഴോ അല്ലാതെ കുളിക്കുമ്പോഴോ നമ്മുടെ വയറ്റിലേക്ക് വെള്ളം എത്തുമെന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ, ചില ആളുകൾക്ക് മുങ്ങി കുളിക്കുമ്പോൾ അവർ വെള്ളം കുടിച്ചു പോകും. അങ്ങനെയുള്ള ആളുകൾ മുങ്ങി കുളിക്കാൻ നിൽക്കണ്ട, അല്ലാതെ കുളിച്ചാൽ മതി. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ അവർക്ക് മുങ്ങി കുളിക്കാം, മേല് വെള്ളം ഒഴിക്കാം, ഇതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ അതുകൂടി കംപ്ലീറ്റ് ചെയ്യാം, എണ്ണ തേക്കുക, അതിനൊന്നും യാതൊരു കുഴപ്പവും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുളിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ചെവിയിൽ വെള്ളം കിടക്കുക. ഇപ്പോൾ ചെവിയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കടന്നു എന്നതുകൊണ്ട് നോമ്പ് മുറിയോ? ഇല്ല. അഥവാ മൂക്കിൻ്റെ ആ ഹുക്കുമല്ല ചെവിക്കും കണ്ണിനും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഹുക്കും കൂടി കിട്ടും. ഇപ്പം ചെവിയിലുറ്റിക്കുന്ന മരുന്ന്, കണ്ണിലുറ്റിക്കുന്ന മരുന്ന്, ഇത് ജായിസാണ്, നോമ്പുകാരന് ജായിസാണ്. കാരണം ചെവിയും കണ്ണും വയറ്റിലേക്കുള്ളൊരു പ്രവേശന മാർഗമായി പരിഗണിക്കപ്പെടുന്നില്ല. എന്നാൽ മൂക്ക് വയറ്റിലേക്കുള്ള പ്രവേശന മാർഗമാണ്. അതുകൊണ്ടാണ് രോഗികൾക്ക് മൂക്കിലൂടെയാണ് പൈപ്പിടുന്നത്, ചെവിയിലൂടെ ഇട്ട് കാണാറില്ല. അതുകൊണ്ട് തന്നെ മൂക്കിൽ ഉറ്റിക്കുന്ന മരുന്ന് പാടില്ല. എന്നാൽ ചെവിയിൽ ഉറ്റിക്കുന്ന മരുന്ന്, കണ്ണിലുറ്റിക്കുന്ന മരുന്ന്, ഇതൊക്കെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാവുന്നതാണ്. ചെവിയിൽ വെള്ളം പോയതുകൊണ്ട് യാതൊരു കുഴപ്പവും. ഈ നാവിനടിയിലൊക്കെ ഗുളിക മരുന്നൊക്കെ വെക്കുന്നുണ്ട് ചില രോഗങ്ങൾക്കൊക്കെ. നാവിൻ്റെ അടിയിലൊക്കെ ഗുളിക വെക്കുന്നൊരു രീതി അനുവദനീയമാണോ? ഗുളിക വെക്കുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായിൽ വെക്കുന്ന വിഷയം തന്നെ, അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ വയറ്റിലേക്ക് എത്തുമെങ്കിൽ പാടില്ല, ഹറാമാണ്, പാടില്ലാത്തതാണ്. എന്നാൽ വയറ്റിലേക്ക് എത്തൂല, അത് നാവിൽ തന്നെ ഒതുങ്ങുന്നതാണെങ്കിൽ അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വയറ്റിലേക്ക് എത്താനാണ് സാധ്യത. വയറ്റിലേക്ക് എത്തുമെന്ന് തോന്നുകയാണെങ്കിൽ വായിൽ വെക്കുന്ന ഗുളിക വെക്കാൻ പാടില്ല. എന്നാൽ അതേ സന്ദർഭത്തിൽ പിൻഭാഗങ്ങളിൽ മറ്റുമൊക്കെ ചില മരുന്നുകൾ വെക്കാറുണ്ട്, ഗുളികകൾ വെക്കാറുണ്ട്. അത് അനുവദനീയമാണ്, അതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഹുക്കുമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വയറ്റിലേക്കൊന്നും എത്തരുത് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഗുളിക കുടിക്കാൻ പാടില്ല, മരുന്ന് കുടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രീഷൻ നൽകുന്ന, ശരീരത്തിന് ശക്തി നൽകുന്ന, എനർജി നൽകുന്ന രൂപത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കരുത്. എന്നാൽ എനർജി നൽകാത്ത രൂപത്തിലുള്ള ഇഞ്ചക്ഷനുകളുണ്ട്. അത് ഞരമ്പിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, രോഗത്തെ മാത്രം ചികിത്സിക്കുന്നതാണെങ്കിൽ അത്തരം ഇഞ്ചക്ഷനുകളാവാം. എന്നാൽ ഇഞ്ചക്ഷനുകൾ നമുക്ക് ന്യൂട്രീഷൻ നൽകുന്നതോ എനർജി നൽകുന്നതോ ആണെങ്കിൽ അത് പാടില്ലാത്തതാണ്. എന്നാൽ വായിലൂടെ കുടിക്കുന്ന ഒരു മരുന്നും ഉപയോഗിക്കരുത്, മൂക്കിലൂടെ ഉപയോഗിക്കുന്നതും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത്തരം രോഗികൾക്കാണ് നേരത്തെ പറഞ്ഞ അളവുള്ളത്. ഒരു മരുന്നെടുത്തോട്ടെ, വേറൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യട്ടെ. അപ്പോൾ ഇതോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും രക്തം എടുക്കുക, രക്തം കൊടുക്കുക, അതുപോലെ തന്നെ രക്തം സ്വീകരിക്കുക, ഇങ്ങനെ രക്തവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ കൊമ്പ് വെക്കുക, ഹിജാമ ചെയ്യുക, ഇത്തരം വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സുന്നത്തുകളൊന്നും വിശദീകരിക്കും. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, ഇഹ്തജമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സായിം, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഹിജാമ ചെയ്തിട്ടുണ്ട്. അഥവാ രക്തം ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുന്നതിലാണ് ഹിജാമ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണെന്നൊരു അഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട് ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ അത് ഹറാമിൻ്റെതല്ല, അത് മറിച്ച് ശരീരം ദുർബലമാകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക് അത് കറാഹത്താണ്, എന്നാൽ പോലും ഹറാമല്ല. അപ്പോൾ അതിലൊരു വിലക്ക് വന്നത് തന്നെ എന്താണ്? ഇപ്പോൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോയാൽ ശരീരം ദുർബലമാകും. അങ്ങനെ ആൾക്ക് ആ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്നവർ ഹിജാമ ചെയ്യരുത്, കൊമ്പ് വെക്കരുത്. അതേപോലെ തന്നെ രക്തം ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്നാൽ ഇത് ഭയപ്പെടാത്തവർക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രക്തമെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരാൾക്ക് ബ്ലഡ് ദാനം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ബ്ലഡ് സ്വീകരിക്കരുത്. കാരണം ബ്ലഡ് സ്വീകരിച്ചാൽ അത് എനർജി കൂട്ടുന്നതാണ്. അപ്പോൾ ബ്ലഡ് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല, അങ്ങോട്ട് നോമ്പില്ലാത്ത ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ വിഷയത്തിലൊക്കെ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുള്ളതാണ്. വലിയൊരു പരിഹാരമാണ് നമ്മുടെ ഈ വിശദീകരണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം, സുഗന്ധം പൂശുന്നതുമായി ബന്ധപ്പെട്ട അത്തർ പുരട്ടുക, അതുപോലെ തന്നെ സ്പ്രേ അടിക്കുക, ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് ബഖൂർ പുകയ്ക്കുക. അപ്പോൾ ബഖൂർ പുകച്ചാൽ നോമ്പ് മുറിയും എന്ന് ഒരു ചർച്ചയുണ്ട്.
ഈ വിഷയത്തിലൊക്കെയുള്ള നിലപാട്. ബറക്കല്ലാഹു ഫീക്കും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അസ്സലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാത്തതൊന്നും നമുക്ക് നോമ്പിൻ്റെ സന്ദർഭത്തിൽ വിലക്കപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുഗന്ധം ഉപയോഗിക്കുന്ന ആളായിരുന്നു. എന്നാൽ നോമ്പുകാരനായിരിക്കെ റസൂൽ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിരുന്നെങ്കിൽ അത് ഹദീസുകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. വ്യാപകമായി സുഗന്ധം ഉപയോഗിക്കുന്ന നബിയും സഹാബികളും റമളാനിൻ്റെ പകലുകളിൽ അത് ഉപേക്ഷിച്ചിരുന്നു എന്ന ഒറ്റ റിവായത്തും സ്വഹിയായ നിലക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കാം, യാതൊരു സംശയവുമില്ല. പിന്നെ ബഹൂർ എടുക്കുന്നത്, ഇപ്പോൾ റൂമിലോ എവിടെയെങ്കിലും ബഹൂർ കത്തിച്ച് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അത് ഡയറക്റ്റ് നമ്മൾ പുകയ്ക്കാൻ പാടില്ല, അഥവാ നമ്മൾ എടുക്കാൻ പാടില്ല നമ്മുടെ മൂക്കിലേക്ക് വായിലേക്ക്. എന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറയാൻ കാരണം ബഹൂർ മൂക്കിലൂടെയും വായിലൂടെയും കയറും. അത് ജൗഫിലെത്തിയാൽ ഭക്ഷണമോ വെള്ളമോ എത്തിയതിൻ്റെ ഒരു ഫലം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ബഹൂർ ഡയറക്റ്റ് നമ്മൾ വലിച്ചെടുക്കരുത്. ഇപ്പോൾ ആവി പിടിക്കുക, ചില ആളുകൾ രോഗം ചികിത്സക്ക് അതെ പുകവലിക്കുന്നത് പോലെ തന്നെ ചില ആളുകൾ ആവി പിടിക്കും. ജലദോഷമൊക്കെ വന്നാൽ ആവി പിടിക്കാൻ പാടില്ല, കാരണം കറക്റ്റ് നീരാവി നമ്മുടെ വയറ്റിലേക്ക് എത്തും. ആ രൂപത്തിലുള്ള ബഹൂറുകളാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പാടില്ല. അല്ലാത്ത നിലക്ക് എവിടെയെങ്കിലും കത്തിച്ച ബഹൂർ ഒരാൾക്ക് സ്മെല്ല് ചെയ്തു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. നോമ്പുകാർക്ക് സംശയമുള്ള മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഉമിനീര്, കഫം. ഇത് ഉമിനീര് ഇറക്കാൻ പറ്റുമോ, കഫം ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ പറഞ്ഞ നേരത്തെ നമ്മൾ വിശദീകരിച്ച രൂപത്തിലാണതുള്ളത്. ഉമിനീര് വ്യാപകമായ എല്ലാവരുടെയും വായിലുള്ള ഒന്നാണ്. നോമ്പുകാർ അത് ഇറക്കാൻ പാടില്ലായിരുന്നെങ്കിൽ സ്വഹാബികളും നബിയൊക്കെ ഇങ്ങനെ തുപ്പി ഇങ്ങനെ നടക്കുന്നവരായിരിക്കണം റമളാൻ്റെ പകലുകളിൽ. അങ്ങനെ ഒരു റിവായത്തുമില്ല. അത് സമൂഹത്തിന് ബുദ്ധിമുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ബുദ്ധിമുട്ടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉമിനീരിറക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ചില പണ്ഡിതന്മാരെങ്കിലും കറാഹത്ത് എന്ന് പറഞ്ഞത് അതും ഹറാമല്ല. ഉമിനീര് വായിലിങ്ങനെ ശേഖരിക്കുക കുറേ നേരം, എന്നിട്ട് ദാഹം മാറുക എന്നുള്ള നിലക്ക് ആ ഉമിനീര് കുടിക്കുക, അത് കറാഹത്താണ്. അതൊരു നല്ല രീതിയുമല്ല, പക്ഷേ ഹറാമല്ല. അതേ സന്ദർഭത്തിൽ കഫവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർ നമ്മുടെ വായിലേക്ക് വന്ന വ്യക്തമായ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് ധാരാളം ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്ന അഭിപ്രായവും ഉണ്ട്. എങ്കിലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മുടെ വായിലേക്ക് വന്ന വ്യക്തമായ കഫമാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇറക്കാതിരിക്കുക. മാത്രമല്ല അതൊരു മോശമായ ഒരു സംഭവമാണത്. എന്നാൽ അതേ സന്ദർഭത്തിൽ നമ്മുടെ മൂക്കിലൂടെ ഡയറക്റ്റ് തൊണ്ടയിലൂടെ വയറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ അണ്ണാക്കിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കഫം, ഇതൊന്നും യാതൊരു കുഴപ്പമില്ല. ആകെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മൾ വായിലേക്ക് എടുത്തു കഴിഞ്ഞു, അത് ഇറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ല എന്നാണ്. മുറിയില്ല എന്ന അഭിപ്രായമുണ്ട്. എങ്കിലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ കഫം ചെയ്യാതിരിക്കുക, ഇറക്കാതിരിക്കുക. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നോമ്പ് കാലമാണെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അത് രുചികരമായ ഭക്ഷണം ആവണം എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നോക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് കൊണ്ട് വല്ല വിലക്കുമുണ്ടോ, പാടില്ലാത്ത വല്ല വിഷയമുണ്ടോ? അവിടെ നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം വെള്ളം കുടിക്കാൻ പാടില്ല, നോമ്പ് കുറയും. എന്നാൽ വായ കൊപ്പിളിക്കാമോ? വെള്ളം കൊണ്ട് കൊപ്പിളിക്കാം. അപ്പോൾ അതേ സംഗതിയാണ് ഇതിനും. എന്താണ് പ്രശ്നം? വയറ്റിലേക്ക്, അണ്ണാക്കിലൂടെ വയറ്റിലേക്ക് ഇറങ്ങരുത്. ഈ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് നാവിൽ വെച്ച് ഒരാൾക്ക് രുചി നോക്കൽ അത്യാവശ്യമാണെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത സന്ദർഭത്തിൽ കറാഹത്താണ്, നല്ലതല്ല. പക്ഷെ അപ്പോഴും എന്തല്ല, ഹറാമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് രുചി നോക്കണമെന്ന് നിർബന്ധം തോന്നുന്ന സന്ദർഭത്തിൽ ഒരു രുചി നോക്കാം, പക്ഷെ അപ്പം തന്നെ തുപ്പിക്കളയണം. വയറ്റിലേക്ക് പോകാത്ത രൂപത്തിൽ നമ്മളതിനെ നോക്കണം. അപ്പോൾ അനുവദനീയമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ. ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള കാര്യം എന്ന നിലയ്ക്ക് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംശയം ഉണ്ടാകുന്ന മറ്റൊരു മേഖലയാണ് ശരീരത്തിലെ രോമങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയം. അതുപോലെ തന്നെ നഖം, മുടി ഇതൊക്കെ വെട്ടി ഒഴിവാക്കുന്നതിന് നോമ്പിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ ഇതിന് വിലക്കുണ്ടോ എന്നുള്ളത്. അതെ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു വസ്വാസിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാത്തതൊക്കെ അനുവദനീയമാണ്. നഖം വെട്ടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, മുടി വെട്ടരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നഖം വെട്ടാം, മുടി വെട്ടാം, ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യാം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. വിലക്കപ്പെട്ടതിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാത്തതൊക്കെ നോമ്പുകാർക്ക് അനുവദനീയമാണ്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ മെൻസസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് റമദാനിൽ ഇന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് മെൻസസ് ഉണ്ടാവും, അപ്പോൾ അത്
ഒഴിവായിട്ട് റമദാൻ പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മെൻസസ് ബ്ലോക്ക് ചെയ്യുന്ന രീതി, ഓക്കെ, ഇതിൻ്റെ ഹുക്കം എന്താണ്? മാഷാ അല്ലാ. സ്വാഭാവികമായും ഇത് ആധുനികമായൊരു ചോദ്യമാണല്ലോ. കാരണം ഇതിനു മുമ്പ് അങ്ങനത്തെ മരുന്നുകളൊന്നും അവൈലബിൾ അല്ല. ഉലമാക്കൾ പറയുന്നത് ജായിസാണ്, പക്ഷേ നല്ലതല്ല. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നത് ഇത് സ്വാഭാവികമായും സ്ത്രീകൾക്കുണ്ടാവുന്നൊരു കാര്യമാണ്. നബിയുടെ കാലഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ആദം സന്തതികളിലെ പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അവർക്കൊരു നഷ്ടവും വരാനില്ല. ഈ ഒരു കാരണം കൊണ്ട് റമദാനിൽ നോമ്പ് നോൽക്കുന്നില്ലെങ്കിൽ അവരത് നോറ്റ് വീട്ടുന്ന സന്ദർഭത്തിലും അതേ പ്രതിഫലം അള്ളാഹു കൊടുക്കും, അതേ പ്രതിഫലം കൊടുക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഹൈള് കാരണം നോമ്പ് ഒരു സ്ത്രീ ഒഴിവാക്കി, വേറൊരു സ്ത്രീ ഹൈള് നീട്ടി വെക്കുന്ന മരുന്ന് കുടിച്ച് നോമ്പ് നോറ്റു, പ്രതിഫലത്തിൽ ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ പിന്നെ ഒരാളുടെ മനസമാധാനത്തിന് വേണ്ടി ചെയ്യാമെന്ന് മാത്രം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജായിസാണ്. ഹറാമാണെന്ന് പറയാൻ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല. അനുവദനീയമാണ്, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ പല നിലക്കുമുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. എന്തിനാണ് ഇസ്ലാം ഇളവ് നൽകിയ ഒരു വിഷയത്തിൽ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത്? ചെയ്യാതിരിക്കലാണ് ഖൈർ എന്നാണ് മനസ്സിലാവുന്നത്. പ്രകൃതിയിൽ കൈകടത്താതിരിക്കലാണ് നല്ലത്. നല്ലത് ഈ വിഷയത്തിലൊക്കെ നല്ലത്. അതൊരു അത്യാവശ്യമാണെങ്കിൽ ആവാമായിരുന്നു. ഏതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇപ്പോൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. അവർക്ക് മെൻസസ് ആണെങ്കിൽ തവാഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവരുടെ യാത്രയെ മൊത്തം ബാധിക്കുമെന്ന് തോന്നുമ്പോൾ ചില സ്ത്രീകൾ മരുന്ന് കുടിച്ചു പോവാറുണ്ട്. അത്തരം ഘട്ടത്തിൽ അത് നമുക്ക് നല്ലതാണെന്ന് പറയാം. കാരണം വലിയൊരു സമൂഹത്തെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ റമദാനിലെ നോമ്പിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു വിഷയം വരുന്നില്ലല്ലോ. വിശാലതയുള്ള കാര്യത്തിൽ നല്ലത് അല്ല, പക്ഷേ അനുവദനീയമാണ്. ഇനി നമ്മുടെ സമൂഹം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതായത് ഒരാൾക്ക് നോമ്പ് കടമുണ്ട്, നോമ്പ് നോറ്റ് വീട്ടാനുണ്ട് അയാൾക്ക്, പക്ഷെ അയാൾ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നോമ്പിൻ്റെ ആ കടബാധ്യത എങ്ങനെയാണ് വീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് നിർബന്ധ നോമ്പുണ്ട്, ഒന്നുകിൽ റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ കഫാറത്തിൻ്റെ നോമ്പ് വാജിബാണ്, നേർച്ച നേർന്ന നോമ്പും വാജിബാണ്. ഇതുണ്ടായിരിക്കെ കഴിവുണ്ടായിട്ടും അയാൾ നീട്ടിവെച്ചതാണെങ്കിൽ അയാളുടെ വലിയകൾക്ക് ആ നോമ്പ് നോറ്റ് വീട്ടാം. അത് മുസ്തഹബാണ്, ജവാസാണ്, വാജിബല്ല. അദ്ദേഹം മരണപ്പെട്ടാൽ കുടുംബക്കാർ നോറ്റ് വീട്ടിക്കൊള്ളണം എന്നുള്ളാഹു വാജിബാക്കിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ കടം അവർ വീട്ടുന്നത് ഖൈറാണ്. അപ്പോൾ ഒരു ഖൈർ എന്നുള്ള നിലക്ക് നോറ്റ് വീട്ടാം. എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർ നോമ്പ് നോറ്റ് വീട്ടാതിരുന്നത് അവരിൽ നിന്നുള്ളൊരു അശ്രദ്ധ കാരണത്താലാണെങ്കിൽ, എന്നാൽ അവർക്ക് നോമ്പ് നോറ്റ് വീട്ടണം. ഉദാഹരണത്തിന് രോഗം കൊണ്ട് നോമ്പ് ഒഴിവാക്കി, പക്ഷേ ആ രോഗാവസ്ഥയിൽ അയാൾ മരിച്ചുപോയാൽ ഫിദിയയും കൊടുക്കേണ്ടതില്ല, ആരും നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് അതിന് അവസരം കിട്ടിയിട്ടില്ല. ഉദറുണ്ട്, വ്യക്തമായ ഉദറുണ്ട്. അപ്പോൾ വ്യക്തമായ ഉദറ് കൊണ്ടാണ് അത് നോറ്റ് വീട്ടാൻ പറ്റാതെ പോയതെങ്കിൽ അവിടെ ഫിദിയ കൊടുക്കേണ്ടതുമില്ല, അതേപോലെ തന്നെ നോമ്പ് ആരും നോറ്റ് വീട്ടേണ്ടതില്ല. എന്നാൽ ഉദറൊന്നുമില്ലാതെയാണ് അയാൾക്ക് ഖളാ ആയതെങ്കിൽ അതൊരു കടമായി നിൽക്കും. ബന്ധുക്കൾ അത് നോറ്റ് വീട്ടിയാൽ അതാണ് ഏറ്റവും ഖൈർ. ഇനി നോറ്റ് വീട്ടുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവർ ഫിദിയ കൊടുക്കണം എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. ഫിദിയെങ്കിലും കൊടുത്ത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ ഏറ്റവും ഖൈർ. പരമാവധി നോറ്റ് വീട്ടി ആ വ്യക്തിയെ സഹായിക്കലാണ് ഖൈർ എന്നാണ് മനസ്സിലാവുന്നത്. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരു നോമ്പുകാരൻ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെയേറെ അഹ്കാമുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും കുറേ അഹ്കാമുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മറക്കാതെ നമ്മുടെ എപ്പിസോഡുകൾ തുടർന്നും കാണേണ്ടതാണ്. അവസാനിപ്പിക്കല്ലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. സൂചിപ്പിച്ചതുപോലെ ധാരാളം കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് തുറ എങ്ങനെയായിരുന്നു, നബിയുടെ രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം, ഇതിലൊക്കെ ധാരാളം സംശയങ്ങളുണ്ട്. ഇനിയുള്ള എപ്പിസോഡിൽ അത് വരുന്നതാണ്. മറക്കാതെ എല്ലാവരും കാണുക. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.